അപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ ജില്ലയിൽ പാലക്കാട് ലുലു മാൾ യൂസഫലി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ പോകുന്ന വഴിയാണ് നമ്മൾ ഹൈവേയിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ യൂട്യൂബേഴ്സിനും ലെറ്ററൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്നും കിട്ടിയില്ല. നമുക്ക് കിട്ടും നിങ്ങളൊക്കെ വിചാരിച്ച. അപ്പൊ നമുക്ക് ഇന്ന് ലുലു മാളിലേക്ക് നേരെ വെച്ചു. ഇതാ അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലേക്ക് എൻട്രായി. നേരെ കാർ പാർക്കിങ്. അങ്ങനെ ഞങ്ങൾ പാലക്കാടും ലുലു വന്നിട്ടോ. താഴെ നമുക്ക് അങ്ങനെ നമ്മൾ ലുലു മാൾ പാലക്കാട് ലുലു മാൾ നമ്മൾ എത്തിയിട്ടുണ്ട്. പാലക്കാട് ഹൈവേയിലാണ്, പാലാന ഹോസ്പിറ്റലിൻ്റെ പോണ വഴിയിലാണ്. പാലക്കാട് ഒരു 5 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. കൊച്ചിയിലത്തെ അത്രയൊന്നും വലിപ്പമൊന്നുമില്ല, കൊച്ചി തിരുവനന്തപുരം അത്രയൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊന്ന് കാണാം. നേരെ നമുക്ക് ഉള്ളിലേക്ക്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കുന്നത്. എല്ലാവിധ കടകളും മറ്റേ ജ്വല്ലറി ഉണ്ട്, പിന്നൊക്കെ ബ്രാൻഡഡ് ഷോപ്പുകളാണ് ഉള്ളതെന്ന് അറിയാം. അവിടെ വെച്ചിട്ട് പറയണമെന്നുണ്ട്, വീഡിയോയിൽ സംസാരിക്കാൻ ഭയങ്കര ഒച്ചയും ബഹളമാണ്. നല്ല തിരക്ക്. പാലക്കാട് സ്കൂൾ കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷെ കടക്കുള്ളിലൊന്നും വലിയ തിരക്കൊന്നും കാണാനില്ല. മാളിലൊക്കെ നല്ല തിരക്കാണ്. ഇവിടെ എന്തോ ഒരു ഷോപ്പുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ പെർഫ്യൂം ഷോപ്പ് കണ്ട്. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. അങ്ങനെ നമ്മൾ നല്ലൊരു പെർഫ്യൂം സെലക്ട് ചെയ്തു. നല്ല മണമായിരുന്നു. റേറ്റ് ഞാൻ ഇവിടെ പറയണില്ല, കുഴപ്പമില്ല, നമുക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. അങ്ങനെ അതൊരു സ്പ്രേ മേടിച്ചു. ഇതാണ് കമ്പനി. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഫോർട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച് എക്സ്പ്ലോറിൽ കയറി. ഫുഡ് ഫോർട്ടിലെത്തി. ഫുഡ് ഫോർട്ടിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ ചായ കുടിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചായ ഒന്നുമില്ല കേട്ടോ. ഫുഡ് ഫോർട്ടിലൊക്കെ നല്ല തിരക്കുണ്ട്, കഴിക്കാനും നല്ല തിരക്കുണ്ട്. ഫുഡ് ഫോർട്ടിൽ നമ്മുടെ മിക്ക കടകളുണ്ട്. പാലക്കാടത്തെ ടോപ്പിൻ ടൗൺ ഉണ്ട്, ഡൗൺ ടോപ്പ് ഉണ്ട്, മോമോസ് ഉണ്ട്, പിസ്സ ഉണ്ട്, ഉണ്ടോ. ഈ കടകളൊക്കെ ഉണ്ട്, അവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ചായ പിന്നെ അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ ഏരിയയിലേക്കാണ് പോയത്. ഗെയിം എന്ന് പറഞ്ഞ ഒരു വലിയ വിസ്തീർണ്ണമൊന്നുമില്ല. നമ്മുടെ കൊച്ചിയിലത്തെ ലുലുവിലത്തെ അത്ര വലുപ്പമൊന്നുമില്ല. ചെറിയൊരു ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അതിനും ആരും കളിക്കാനൊന്നുമില്ല. നമ്മൾ കളിക്കണം എന്നൊക്കെ വിചാരിച്ച്, വലിയ പൊരുത്ത മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒഴിവാക്കി. പിന്നെ ഞങ്ങളെ ലുലു ഫാഷനിൽ കയറി. ചേച്ചി നമ്മുടെ കവറൊക്കെ വാങ്ങി പിൻ ചെയ്ത് അടിയോടടി. പക്ഷേ പിന്നെ ആവണില്ല, ഇതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഇനി അവിടെ എന്തെങ്കിലും അടിച്ചു മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ. എന്തായാലും ചേച്ചി കഷ്ടപ്പെട്ട് പിൻ ചെയ്ത് തന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അതെന്ത് തിരിഞ്ഞ് ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല. ആകെ പർച്ചേസ് ചെയ്ത സ്പ്രേന് മാത്രം. ഇത് ബോസിൻ്റെ സ്പ്രേന്ന് പോയി നോക്കി, പ്രൈസ് കണ്ട് ഞെട്ടിപ്പോയി. അല്ലോ. പിന്നെ അങ്ങനെ അതേനെ ചുറ്റിക്കറങ്ങി ഇതേനെ തിരിഞ്ഞു മറിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഡ്രസ്സ് നോക്കിയിട്ടോ, നല്ല ക്വാളിറ്റി ഡ്രസ്സാണ്. പ്രൈസും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടികളൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് അവരുടെ അളവ് നമുക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് മേടിച്ചില്ല. ഇനി പോണ ഒരു ദിവസം 299 199 സ്റ്റാർട്ട്. അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയ ഡ്രസ്സുകളൊക്കെ ഇതൊക്കെ ഭയങ്കര റേറ്റായിരുന്നു. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി താഴേക്ക് ഇറങ്ങി വന്നു. എന്നാൽ പിന്നെ താഴെ പോവാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇനി കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞില്ലേ, ബേസ്മെൻറ്റിലായിരുന്നു. കാർ പാർക്ക് ചെയ്യാൻ പോയി. കാർ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് പോയി. ക്യാമറമാൻ സ്പീഡിൻ്റെ അത്ര സ്പീഡില്ലാത്തതുകൊണ്ടേ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ വണ്ടി ആകാശത്ത് ഞാൻ ഇറക്കിയിട്ട് വേണം നമുക്ക് പോകാൻ താഴെ. ആ കാർ പിന്നെ കുറേ നേരം നമ്മളവിടെ പോസ്റ്റാക്കിയതിന് ശേഷമാണ് അത് ഇറക്കി തന്നത്. അവരെ പണ്ടും കാര്യമില്ല, തിരക്കുണ്ട്.
ലുലുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ലുലു നമുക്ക് ചായയാണ് വേണ്ടത്. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. തിരക്ക് ഭയങ്കരമാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഭയങ്കര തിരക്ക്. ഇന്നലെ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ലുലുവിൽ ചായ കിട്ടാനില്ല. നമ്മൾ നോക്കി അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ചായ കുടിച്ചോ. കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ലുലുവിലൊക്കെ കണ്ടുവരുന്ന സമയത്ത് ഒരു ചായക്കട കണ്ട് വന്ന് ചായ കുടിച്ച് ചായയും പൊക്കവടിയാണ് അതിനെ കാണിക്കാൻ വീഡിയോ നമ്മൾ പൊക്കവട. അപ്പോൾ എന്നും നമ്മൾ പൊക്കവട ഇല്ലെന്ന് വിചാരിക്കൂലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.